കൊല്ലം കുണ്ടറയിൽ റെയിൽപാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ച കേസിൽ പ്രതികൾ പിടിയിലായി. കുണ്ടറ സ്വദേശി രാജേഷ്, പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് എത്തിയത്. അരുൺ രാജ് കൊല്ലത്ത് നിന്ന്. അരുൺ, വിവരങ്ങൾ എന്തൊക്കെയാണ്? കുണ്ട്ര പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുണ്ട്ര സ്വദേശി രാജേഷ്, അതുപോലെ തന്നെ പെരുമ്പുഴ സ്വദേശി അരുൺ എന്നിവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇവരാണ് ഈ ടെലിഫോൺ പോസ്റ്റ് ഈ റെയിൽവേ ട്രാക്കിന് കുറുകെ ഇട്ടത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രതികളുടെ ദൃശ്യം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവരെ വിശദമായി ഇപ്പോൾ കുണ്ട്ര പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. എന്തിനു വേണ്ടിയാണ് പ്രതികൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്തത് എന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് പുലർച്ചെ 2 മണിക്ക് ആദ്യഘട്ടത്തിൽ റെയിൽവേ ട്രാക്കിൽ ഇത്തരത്തിൽ ഈ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയ സമയത്ത് തന്നെ പോലീസിനെ നാട്ടുകാർ വിവരമറിയിക്കുകയും അവിടെ എത്തി പോലീസ് ഇത് മാറ്റുകയും ചെയ്തു. പിന്നീട് 3 മണിയോടെ വീണ്ടും റെയിൽവേ ട്രാക്കിൽ സമാന രീതിയിൽ ഈ പോസ്റ്റ് വീണ്ടും എടുത്തു വെക്കുകയായിരുന്നു. അവിടെ തന്നെ ഇത് ആസൂത്രിതമായ ശ്രമമാണ് എന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന ആദ്യം എഴുകോൺ പോലീസും കുണ്ട്ര പോലീസും അന്വേഷിച്ച കേസ് പിന്നീട് റെയിൽവേ പോലീസ് കൂടി ഏൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു സംയുക്തമായ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കുണ്ട്ര പോലീസിന് ഇരു പ്രതികളെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ രാജേഷും അരുണും ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. റെയിൽവേ പോലീസിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗവും ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ശേഖരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. പ്രതികളെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ മോട്ടീവ് എന്താണ്, ഇവർ എന്ത് കാര്യത്തിലാണ് ഇത് ചെയ്തത് എന്നീ കാര്യങ്ങളടക്കം വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒരു സമീപത്തെ ഈ ആറുമുറിക്കരയ്ക്ക് സമീപത്തെ കാനറ ബാങ്കിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ് ഏറെ നിർണായകമായത്. പ്രതികളെ പിടികൂടിയിരിക്കുന്നു. പോലീസ് അവരെ ചോദ്യം ചെയ്തു വരികയാണ്. നിർണായക വിവരങ്ങൾ പുറത്തുവരേണ്ടതുണ്ട്. അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.